ഈ ഒരു ചൂടത്തും നോമ്പിൻ്റെ ക്ഷീണം അകറ്റാനൊക്കെ പറ്റിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്തിട്ട് ചെറിയ തീയിലിട്ട് നമുക്ക് കാരമലാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിയിപ്പിച്ചെടുക്കരുത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് പാലോ വെള്ളമോ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ട് തന്നെ കാരമലായിട്ട് വന്നിട്ടുണ്ട്. കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 3 കപ്പ് പാൽ ചേർക്കുമ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പഞ്ചസാരയ്ക്ക് ഒന്ന് ക്രിസ്റ്റലായിട്ട് വരും കേട്ടോ. അത് കുഴപ്പമില്ല, അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അത് മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇല്ലല്ലേ, ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇളക്കി കൊടുക്കാതെ ഇരിക്കരുത്, അടി പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഒരുപാട് തിക്കാവരുത്, നമുക്ക് വലിച്ചു കുടിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ കസ്റ്റാർഡ് പൗഡർ എടുക്കരുത്. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. തണുപ്പിച്ചെടുക്കാം. ഈ ചൂടോടെ കുടിക്കുന്ന നമുക്ക് ഈ ഒരു ചൂടത്തൊക്കെ തണുപ്പിച്ച് കുടിക്കുന്നതല്ല ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ കുടിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഉച്ചക്കൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കട്ടെ തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്കസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതോടെ നല്ല ടേസ്റ്റുമാണ്, നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും ഈ ഒരു ചൂടത്തൊക്കെ. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരു ഫ്രൂട്ട്സിൻ്റെ ആവശ്യമില്ല. ഇനി ഗ്ലാസ്സിലേക്ക് അങ്ങ് സെർവ് ചെയ്ത് കുടിച്ചാൽ മാത്രം മതി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്